ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ കാലത്തെ കിളിക്കൂടിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ പുതിയ പരമ്പരയാണ്. അപ്പോൾ ഇനി മുതൽ ഈ പരമ്പരയും ഈ ചാനലിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും നിശ്ചയത കേൾക്കണമെന്നും പറയുകയാണ്. അപ്പോൾ നമുക്ക് കഥയിലേക്കൊന്ന് കടന്നാലോ അല്ലേ. അങ്ങനെ സുഭാഷിൻ്റെ അനിയന്മാരും അച്ഛനും കൂടി ചേർന്ന് പെണ്ണ് കാണാനായിട്ട് ചെന്നിരിക്കുകയാണ് ഒരു വീട്ടിലേക്ക്. അപ്പോൾ ഇവരെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും വന്നിരിക്കൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ അനിയന്മാരെയൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. സുഭാഷിൻ്റെ ജോലി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതിലൊരു അനിയൻ പറയുകയാണ്, എൻ്റെ ചേട്ടന് വലിയൊരു കോൺട്രാക്ടറാണ്, ഇങ്ങനെ കെട്ടിടങ്ങളൊക്കെ നിർമ്മിക്കുന്ന ആ ഒരു കോൺട്രാക്ടറാണെന്ന് പറയുകയാണ്. ഹോ ആണോ, സുഭാഷിന് ആ ജോലികളാണോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ കീഴിൽ ഒരുപാട് ജോലിക്കാർ കാണുമല്ലോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും പിന്നല്ലാതെ ഒരുപാട് ജോലിക്കാരുണ്ട്, അത് മൊത്തം ബംഗാളികളാണ് എന്നിങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ അച്ഛനാണെങ്കിൽ വലിയ മൈൻഡൊന്നുമില്ല, എപ്പോഴും ഒരേ മിണ്ടാട്ടം ഇരിപ്പ് തന്നെയാണ്. കാരണം ഈ കല്യാണം നടക്കില്ലെന്ന് അങ്ങേർക്ക് നന്നായിട്ട് തന്നെ അറിയാം. ഒരു അമ്മയില്ലാത്ത കുടുംബമാണല്ലോ ഇവരുടെ. അപ്പോൾ അമ്മയില്ലാത്ത കുടുംബത്തിലേക്ക് ഒരു പെണ്ണിനെ കയറ്റി വിടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ റിസ്ക് ഉള്ള കാര്യം തന്നെയാണ്, അത് കൂടുതലും ആണുങ്ങളുള്ള വീട്ടിലേക്ക്. അങ്ങനെ അനിയന്മാരുടെ ജോലി എന്താണെന്ന് പറയുകയാണ്. അവരുടെ ഓരോരോ ജോലികളും അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കണം. അല്ലെ, ഏറ്റവും അനിയനാണെങ്കിൽ ബികോം ഫസ്റ്റ് ഇയറിന് പഠിക്കുകയാണെന്നും പറയുകയാണ്. അപ്പോൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വളരെയേറെ സന്തോഷം തോന്നുക. പിന്നീട് കാണിക്കുന്നത് ഇതേ സമയം തന്നെ നമ്മുടെ നിധിയുടെ വീടാണ്. അപ്പോൾ നിധി എന്ന് പറഞ്ഞത് നായികയുടെ വീടാണ്. അപ്പോൾ നായികയാണെങ്കിൽ വലിയ കൊമ്പത്തെ ആളാണ്. അപ്പോൾ നായികയും പെണ്ണ് കാണാൻ വേണ്ടി ഒരാൾ വരികയാണ്. അപ്പോൾ അയാളാണെങ്കിൽ വലിയ വിദേശത്തൊക്കെ ജോലി ചെയ്ത് വലിയ കൊമ്പത്തെ ആളെന്ന രീതിയിൽ തന്നെയാണ് അങ്ങോട്ട് വരുന്നത്. അപ്പോൾ നിധിയുടെ അമ്മ വന്ന് പറയണം, നീ ഇങ്ങനെ നിൽക്കുകയാണോ, പെട്ടെന്ന് തന്നെ അങ്ങോട്ട് വരണം, അവരൊക്കെ വരാനായിട്ട് ഒരുങ്ങിയിട്ടുണ്ട്, പെട്ടെന്ന് തന്നെ അവരുടെ അടുത്ത് ചുമ്മാ നാണം കെട്ട ഒരവസ്ഥയിൽ നിൽക്കേണ്ടി വരരുത്, പെട്ടെന്ന് തന്നെ ഞാൻ പറഞ്ഞല്ലേ എനിക്ക് കല്യാണം വേണ്ട എന്ന്, പിന്നെന്തിനാ നിങ്ങളെല്ലാവരും കൂടി ഇത് നിർബന്ധിക്കുന്നത്, എനിക്ക് കല്യാണത്തിന് ആവശ്യമില്ല എന്നൊക്കെ ഇങ്ങനെ നിധി ഇങ്ങനെ സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മിണ്ടരുത് നീ, അമ്മ ഒന്ന് ചെല്ലമ്മേ, ഞാൻ ഏതായാലും നിധിയെ കൊണ്ടുവന്നോളാം, അമ്മ അങ്ങോട്ട് ചെല്ല് എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ അങ്ങോട്ട് പറഞ്ഞു വയ്ക്കുകയാണ്. ഏതായാലും പെണ്ണ് കാണാനായിട്ട് ഒരുങ്ങി നിൽക്കുകയാണ്, കണ്ടു കളഞ്ഞേക്കാം, അതുകൊണ്ടൊന്നും വലിയ നഷ്ടമൊന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ലല്ലോ എന്നിങ്ങനെ സംസാരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സുഭാഷിൻ്റെ ആ ഒരു പെണ്ണ് കാണൽ ചടങ്ങാണ്. അപ്പോൾ പെണ്ണിനോട് വരാനായിട്ട് പറയുകയാണ്. അപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് പെണ്ണുങ്ങൾ ആരുമില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇല്ല, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് പെണ്ണുങ്ങൾ ആരുമില്ല, പിന്നെ എന്തിനാണ് വെറുതെ ബന്ധുക്കളെയൊക്കെ വിളിച്ച് വരുത്തി വെറുതെ ബുദ്ധിമുട്ടിക്കുന്നത്, ഞങ്ങൾ തന്നെയുണ്ടല്ലോ, അത് തന്നെ ധാരാളമല്ലേ, നേരെ വാ നേരെ പോ, അതാണ് ഞങ്ങളുടെ ഒരു പ്രകൃതം എന്നിവിടെ സംസാരിക്കുക. അപ്പോൾ അതേ പെണ്ണ് ചായയും കൊണ്ട് വരികയാണ്. അങ്ങനെ ചായ കൊടുക്കുകയാണ്. സുഭാഷിന് പെണ്ണിനെയും ഒത്തിരി ഇഷ്ടപ്പെട്ടു. രണ്ടുപേരും പരസ്പരം നോക്കുകയൊക്കെ ചെയ്യുകയാണ്. മോളെ നീ ആ വാടകയും കൂടി എടുത്ത് കൊടുക്കും മോളെ എന്നിങ്ങനെ പറഞ്ഞപ്പോഴേക്കും നമ്മുടെ ഈ പെണ്ണാണെങ്കിൽ സുഭാഷിന് വടയെടുത്ത് കൊടുക്കുക, എല്ലാവർക്കും വടയെടുത്ത് കൊടുക്കുക. ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ, അച്ഛനാണെങ്കിൽ ഒരു കൂസലില്ലാതെ ചായയും വടയൊക്കെ ഇങ്ങനെ സൂപ്പറായിട്ട് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക, വേറൊരു അക്ഷരം പോലും മിണ്ടാതെ. അപ്പോൾ സുഭാഷ് ഇങ്ങനെ വട കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും അല്ല, ഈ വടയുണ്ടാക്കിയത് ആരാണെന്ന് ചോദിക്കണം. എൻ്റെ മോളാണ്. ആ, കുട്ടിയാണോ ഈ വടയുണ്ടാക്കിയത്? അതെ, ഞാൻ തന്നെയാണ് ഈ വടയുണ്ടാക്കിയത്. എന്താ മോനെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കൊള്ളൂലേ? കൊള്ളാം, നല്ലതാണ് വട, പക്ഷെ എന്നാലും നല്ല തിളച്ച എണ്ണയിലേക്കാണോ ഈ പരിപ്പട ഇട്ടത് എന്നിങ്ങനെ ചോദിച്ചപ്പോഴേക്കും അതെ, തിളച്ച എണ്ണയിലേക്ക് തന്നെ ഇട്ടത്. എനിക്ക് തോന്നി തിളച്ച എണ്ണയിലേക്കായിരിക്കും ഇട്ടിരിക്കുന്നതെന്ന്, അതുകൊണ്ടാണല്ലോ ഇങ്ങനെ സംഭവിച്ചത്. എന്ത് സംഭവിച്ചത്? അതെ, ഈ പുറം ഭാഗമില്ലേ നന്നായിട്ട് നല്ല മൊരിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ട്, പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ പശ പോലെയാ, വെന്തിട്ടില്ല, ശരിക്കും മാവ് ഇങ്ങനെ കടിക്കുന്നത് പോലെയാണ് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് തിളച്ചെണ്ണയിലേക്ക് എല്ലാം ഇടേണ്ടത്, കുറച്ച് മാവ് ബാക്കി ഇരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കണം. ആ, മാവ് ബാക്കി ഇരിക്കുന്നുണ്ടല്ലോ, എങ്കിൽ വാ, ഈ വട ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാന്നേ. ഇത് കിട്ടുന്നപ്പോഴേക്ക് ചേട്ടാ എന്താ ഇട്ടത്, നീ പോടാ, വാ കുട്ടി വാ, കുട്ടിക്ക് ഞാൻ കാണിച്ചു തരാം, അടുക്കള എവിടെയാണ്? അവിടെ ആയിരിക്കുമല്ലോ അടുക്കള, വാ ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് സുഭാഷ് ഈ പെണ്ണിനെ വിളിച്ചുകൊണ്ട് നേരെ അടുക്കളയിലേക്ക് ചെല്ലുകയാണ്. എല്ലാവരും അന്തം പെട്ടിങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോഴും അച്ഛനൊരു കൂസലുമില്ല, പരിപ്പടയും ചായ ഇങ്ങനെ ആലാപീഷായിട്ട് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പം മാവ് എവിടെ? അതേ മാവ്, എങ്കിൽ കാണിച്ചു തരാം കേട്ടോ. അടുപ്പത്തേക്ക് ആ ചട്ടി അങ്ങോട്ട് വെച്ച്, അപ്പോൾ എണ്ണയുള്ള ചട്ടി എടുത്ത് വെക്കുക. അതായത് നമ്മളിങ്ങനെ പരിപ്പുട, മാവെല്ലാം അടിപൊളി തന്നെയാണ്, നല്ല രീതിയിൽ തന്നെയാണ് കുഴച്ച് വെച്ചിരിക്കുന്നത്. അങ്ങനെയും പറഞ്ഞ് കുറച്ച് അതിൽ നിന്ന് മാവ് എടുത്തിട്ട് നമ്മുടെ സുഭാഷ് നേരെ കയ്യിൽ വെച്ച് ഇങ്ങനെ പരത്തുകയാണ്. ഇത് പരത്തുമ്പോഴേ മേൽവശം ഇങ്ങനെ ഉരുണ്ടും പിന്നെ അരികു ചുറ്റും ഇങ്ങനെ നല്ല പരന്ന് ഉരിക്കണം, അതായത് ഈ പറക്കും തളിക പോലെ. അങ്ങനെയാണ് പരിപ്പുട പരത്തേണ്ടത് എന്നും പറഞ്ഞുകൊണ്ട് ആ പരിപ്പുവട പരത്തുകയാണ്. അതിനുശേഷം ഈ പരിപ്പുവട നേരെ എണ്ണയിലേക്ക് ഇടുകയാണ്. അതേ ഇപ്പോൾ കണ്ടോ, പരിപ്പുവട ഇടാൻ
പാകമാണ് ഇപ്പം എണ്ണ ഇരിക്കുന്നത്. ഇങ്ങനെ വേണം എണ്ണ പാകമാകാനായിട്ട്. അങ്ങനെ ഓരോരോ പരിപ്പോടെ നമ്മുടെ സുഭാഷ് ആ എണ്ണയിലേക്ക് ഇടുകയാണ്. ഈ രണ്ടമ്മമാരും ഈ പെണ്ണും അച്ഛന്മാരും ഒക്കെ ഇങ്ങനെ തന്നെ നോക്കി നിൽക്കുകയാണ്. ഇവൻ ഉണ്ടാക്കുന്ന ആ പരിപ്പോടെ ഇങ്ങനെ ശ്രദ്ധിച്ചിങ്ങനെ നോക്കി നിൽക്കുക. അങ്ങനെ നമ്മുടെ ഈ സുഭാഷ് ചോദിക്കുകയാണ്, അല്ല ഒരു അരിപ്പ് എന്തെങ്കിലും കിട്ടുമോ എന്നിങ്ങനെ ചോദിച്ചപ്പോഴേക്കും അങ്ങനെ ഓട്ടയുള്ളവരെ അരിപ്പെടുത്ത് കൊടുക്കുകയാണ്. കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും ഇനി ഇത് നമുക്ക് കോരാനുള്ള സമയമായി എന്നും പറഞ്ഞുകൊണ്ട് അത് അപ്പം അരിപ്പ് വെച്ച് ഇങ്ങനെ കോരുകയാണ്. കോരി കഴിഞ്ഞപ്പോഴേക്കും കണ്ടോ ഈ ഒരു കളറ് പാകമാണ്. ഇനിയൊന്ന് തിന്ന് നോക്കി കുറച്ച് മുറിച്ച്. അപ്പോൾ ഈ പെണ്ണാണെങ്കിൽ അതിൽ നിന്ന് കുറച്ച് മുറിച്ചെടുക്കുക. അതായത് കൈവെള്ളുവേ സൂക്ഷിക്കണേ. അങ്ങനെ അതിൽ നിന്ന് കുറച്ചിങ്ങനെ മുറിച്ചിങ്ങനെ പതിയെ ഇങ്ങനെ എടുക്കുക. അങ്ങനെ എടുത്തു കഴിഞ്ഞപ്പോഴേക്കും തിന്നോക്കിനെ അങ്ങനെ തിന്നുകയാണ്. എങ്ങനെയുണ്ട്? അടിപൊളിയാ, നല്ല ടേസ്റ്റ് ഉണ്ട്. അതാണ് പറഞ്ഞത്. ഇപ്പൊ പരിപ്പട ഉണ്ടാക്കുന്ന വിധം മനസ്സിലായില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും മനസ്സിലായി. അങ്ങനെ ഇവ രണ്ടുപേരും കൂടി നേരെ അങ്ങോട്ട് ചെല്ലുകയാണ്. അപ്പോൾ അയ്യമാര് പറയാണ്, ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായില്ലേ, ഞങ്ങളുടെ വീട്ടിലെ നിങ്ങളുടെ മകളെ കൊണ്ട് ഒരു ജോലിയും ചെയ്യിപ്പിക്കില്ല. എൻ്റെ ചേട്ടന് എല്ലാ ജോലികളും അറിയാം. എൻ്റെ അനിയന്മാരെ തീറ്റയോട് ഭയങ്കര ആഗ്രഹമുള്ളവരാണ്, ഭക്ഷണത്തോട് ഭയങ്കര താല്പര്യമുള്ളവരാ. അതുകൊണ്ട് അവരിങ്ങനെ ജോലിക്ക് പോയി വരുമ്പോൾ ഞാൻ ഓരോ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കും. അവരുടെ ഇഷ്ടമല്ല എൻ്റെ ഇഷ്ടം എന്നൊക്കെ അവിടെ സംസാരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നിധിയുടെ വീടാണ്. അപ്പോൾ നിധിയും ഇതേപോലെ ചായയും കൊണ്ട് വരികയാണ്. അങ്ങനെ ചായയും കൊണ്ട് ചായ ഈ പെണ്ണ് ഈ ചെറുക്കനും കൂട്ടുകാർക്കൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും ചെറുക്കനാണെങ്കിൽ അമ്മയോട്, അമ്മേ ഈ പെണ്ണ് കുറച്ച് ഷോർട്ടാണല്ലോ എന്നിങ്ങനെ പറഞ്ഞപ്പോഴേക്കും, എടാ പെണ്ണ് ഷോർട്ടാണെങ്കിലും ക്യൂട്ടാണല്ലോ, അതുപോരെ, ഇതൊക്കെ എന്താണ് അമ്മയും മോനും കൂടി ഒരു കിന്നാരം എന്ന് മറ്റുള്ളവർ ചോദിച്ചപ്പോഴേക്കും, അതെ അവൻ പറയുക പെണ്ണ് ഷോർട്ടാണല്ലോ എന്ന്. അപ്പം ഞാൻ പറഞ്ഞു ഷോർട്ടാണെങ്കിലും ക്യൂട്ടാണല്ലോ എന്ന്. അപ്പം നിധിക്ക് ഇതൊന്നും വലിയ താല്പര്യം ഇഷ്ടപ്പെടുന്നില്ല. നിധി വലിയ മൈൻഡൊന്നും ചെയ്യാനായിട്ട് പോയുമില്ല. നിധിക്കാണെങ്കിൽ കല്യാണത്തിനോട് വലിയ താല്പര്യവും ഇല്ല. അങ്ങനെ ഈ സൂര്യദാസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നിധിയെ പെണ്ണ് കാണാൻ വന്ന ആ ഒരു ചെറുക്കൻ്റെ പേരാണ് സൂര്യദാസ്. അപ്പോൾ സൂര്യദാസ് പറയാണ്, എനിക്ക് ഈ കുട്ടിയോടൊന്ന് സംസാരിക്കണമല്ലോ എന്ന് പറഞ്ഞപ്പോഴേക്കും, അതിനെന്താ സംസാരിക്കണതിന് കുഴപ്പം, നിനക്ക് ധൈര്യമായിട്ട് സംസാരിക്കാമല്ലോ, ഒരു കുഴപ്പമില്ല, നീ പോയി സംസാരിച്ചോ മോനെ. അങ്ങനെ നിധിയെ കൊണ്ട് നേരെ മുകളിലേക്ക് പോവുകയാണ് സംസാരിക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ നിധിയോട് ഈ സൂര്യദാസ് ചോദിക്കുകയാണ്, നിങ്ങൾ എവിടെയാണ് പഠിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അങ്ങനെ കോളേജിൻ്റെ പേര് പറയണം. അതൊക്കെ വെറും ലോക്കൽ കോളേജ് അല്ലേ, ഞാനൊക്കെ പഠിച്ചത് ഊട്ടിയിൽ വലിയൊരു കോളേജിൽ തന്നെയാണ്. അതിനുശേഷം അങ്ങനെ വിദേശത്തേക്ക് പോയി അവിടെ ഒരുപാട് പഠനങ്ങളെല്ലാം നടത്തി. ഇപ്പോൾ എനിക്ക് വലിയൊരു ബിസിനസ് തന്നെയാണ് എന്നൊക്കെ ഒരു അഹങ്കാര ഭാഷയിലാണ് ഇയാളോട് സംസാരിക്കുന്നത്. ഇയാൾ സംസാരമൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും തീരെ ഇഷ്ടപ്പെട്ടില്ല. അല്ല നിങ്ങളെന്താ ഒന്നും മിണ്ടാതിരിക്കുന്നത്, എന്തെങ്കിലും പറയൂന്നേ. എനിക്കിങ്ങനെ മിണ്ടാതിരിക്കുന്നവരെ തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും, അതെ ഞങ്ങളുടെ കോളേജിൽ ഒരു ഇതുണ്ടായിരുന്നു, ഗോൾഡ് മെഡലിസ്റ്റ്, അവിടെ ഞാനാ ടോപ്പ് ഗോൾഡ് മെഡലിസ്റ്റ് എന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഈ സൂര്യദാസ് ഭയങ്കരമായിട്ട് ഇന്നിങ്ങനെ പൊട്ടിച്ചിരിക്കുകയാണ്. എന്താ പറഞ്ഞത്, ഗോൾഡ് മെഡലിസ്റ്റോ? അതെ ഗോൾഡ് മെഡൽ, വെറുതല്ല യൂണിവേഴ്സിറ്റിയിലാണ് എന്ന് പറയണം. യൂണിവേഴ്സിറ്റിയിൽ ഗോൾഡ് മെഡലിസ്റ്റോ? ഇതൊക്കെ വെറും ഗോൾഡ് മെഡലിസ്റ്റ് അല്ലേ. പക്ഷേ ഏത് ഗോൾഡൊന്നും കിട്ടുന്നതല്ല. നമ്മൾ പൈസ ഉണ്ടാക്കണം, അധ്വാനിക്കണം, എന്നാൽ മാത്രമേ നമ്മൾ ബിസിനസ്സിലേക്ക് മുന്നേറുകയുള്ളൂ. ഞാൻ ഒരുപാട് പഠിച്ചു, ബിസിനസ് ചെയ്തു, എനിക്കിപ്പോൾ നല്ല ലെവലിൽ തന്നെയാണ്, ലക്ഷങ്ങൾ ഞാൻ സമ്പാദിക്കുന്നു എന്ന രീതിയിൽ തന്നെ അവിടെ പറയുകയാണ്. അതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴേക്കും നിധിക്ക് തലക്ക് ഭ്രാന്ത് പിടിച്ചിട്ട് പറയില്ല, അല്ല കുട്ടിയുടെ പേരെന്താണ്? എൻ്റെ പേര് നിധി. നിധി, അതിൻ്റെ മീനിങ്? മനസ്സിലായി, നിധിയല്ലേ. എൻ്റെ പേര് സൂര്യദാസ് എന്നാണ് എന്നിങ്ങനെ സംസാരിക്കുകയാണ്. എനിക്ക് ഇവിടുത്തെ സ്ഥലങ്ങളൊന്നും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. ഇവിടെ ഭയങ്കര നോയ്സാണ്, പൊല്യൂഷൻ, അങ്ങനെ ഭയങ്കര ട്രാഫിക്, അങ്ങനെ തന്നെ കുറേ കാര്യങ്ങൾ. ഈ സ്ഥലങ്ങളൊന്നും എനിക്കിഷ്ടമില്ല. കുട്ടിയുടെ വീടിനെ കുറിച്ചല്ല പറയുന്നത്, ഇവിടെ നല്ല സൂപ്പർ തന്നെയാണ്. ഞാൻ പൊതുവെയുള്ള കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. അല്ല എന്താണ് പേര്? നിധി. നിധി. ഞാൻ മറന്നുപോയി, അതുകൊണ്ടാണ് എന്ന് പറയാം. ഏതായാലും നിങ്ങളുടെ സ്കൂളും അതിനെക്കുറിച്ചൊന്നും പറയാൻ വലിയ താല്പര്യമൊന്നും എനിക്കില്ല. ഏതായാലും കണ്ടതിലും സംസാരിച്ചതിലും വളരെയേറെ സന്തോഷം, നമുക്കിനിയും കാണാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ സൂര്യദാസ് അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയാണ്. അയ്യടാ എന്തൊരു ഗമയാൾക്ക്, ഒറ്റ കുത്തു കൊടുക്കാൻ എനിക്ക് തോന്നിയത് എന്ന് നിധി ഇങ്ങനെ പറയാം. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സുഭാഷും
കൂട്ടരൊക്കെ പെണ്ണ് കാണാനായിട്ട് പോയല്ലോ. അപ്പോൾ ആ പെണ്ണൊക്കെ കണ്ട് നേരെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇനിയും കാണാട്ടോ, ഞങ്ങളേതായാലും വിവരങ്ങൾ വിളിച്ചറിയിച്ചോളാം എന്നും പറഞ്ഞുകൊണ്ട് ഇവരോടെ നിന്ന് ഇറങ്ങി പോവാം. അപ്പോൾ നമ്മുടെ സുഭാഷ് വീട്ടിൽ ചെന്നിട്ട് എന്തൊക്കെയോ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. എന്താ സുഭാഷ് ഏട്ടൻ എന്താ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? ഒന്നുമില്ലടാ, ഞാനിങ്ങനെ ഓരോരോ കാര്യങ്ങൾ. അപ്പം അച്ഛൻ പറയാണ്, ഈ കല്യാണം നടക്കോടാ? നടക്കാൻ ചാൻസ് കുറവാണെന്നാ എനിക്ക് തോന്നുന്നത്. അതിലൊരനിയൻ പറയാം, എങ്ങൊന്നും മിണ്ടാതിരിക്കാവോ? അല്ലെങ്കിലും ഒരു പെണ്ണില്ലാത്ത വീട്ടിലേക്ക് ആരെങ്കിലും ഒരു പെണ്ണിനെ കയറ്റിക്കൊണ്ട് വിടുവോ? ഇല്ലല്ലോ. അതും ഇത്രയും ആണുങ്ങളുള്ള വീട്ടിലേക്ക് ഒരു പെണ്ണിനെ കയറ്റിക്കൊണ്ട് വിടാനായിട്ട് പോവാ. ഇങ്ങനെയാണെങ്കിലേ നിങ്ങൾ ഏതെങ്കിലും പ്രണയിച്ച് കല്യാണം കഴിക്കണം, എന്നാൽ മാത്രമേ രക്ഷയുള്ളൂ. അച്ഛാ, അങ്ങനെയാണെങ്കിലേ ഞങ്ങൾക്കല്ലേ പെണ്ണ് കിട്ടാത്തത്? അച്ഛൻ വിചാരിച്ചാൽ കുറെ പെണ്ണുങ്ങളെയൊക്കെ കിട്ടുമല്ലോ. അതുകൊണ്ട് അച്ഛനൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. എടാ, ഞാനൊരു പൊതുശാസ്ത്രം പറഞ്ഞതേ ഉള്ളൂ, നടപ്പ് പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ അനുസരിക്കില്ലെങ്കിൽ വേണ്ട എന്നും പറഞ്ഞോണ്ട് പോവാം. അപ്പോൾ നമ്മുടെ സുഭാഷിനോടാണെങ്കിലോ, എൻ്റെ പൊന്ന് ചേട്ടാ, ആ ചേച്ചിയോട് എന്തായിരുന്നു പ്രകടനം? ചേച്ചിയെ പരിപ്പുട ഉണ്ടാക്കാൻ പഠിപ്പിക്കുന്നു. പരിപ്പുട എന്തുപോലെയാണ്? പറക്കും തെളിയ പോലെയെന്ന്. ചേച്ചിയുടെ കൈയും പിടിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് പോവുകയായിരുന്നില്ലേ? എടാ, നീ ചുമ്മാ ഇല്ലാത്തൊന്നും പറയാതെ. ഞാൻ ആ പെൺകുട്ടിയുടെ കയ്യിലൊന്നും പിടിച്ചൊന്നുമില്ല. എടാ, ഞാൻ ചെയ്ത് തെറ്റായി പോയടാ. എൻ്റെ പൊന്ന് ചേട്ടാ, ചേട്ടൻ എങ്ങനെയാണോ അതേപോലെ ആയാൽ മതി. ചേട്ടൻ ചെയ്തൊന്നും തെറ്റല്ല. മറ്റുള്ളവർക്ക് വേണ്ടി ചേട്ടൻ മാറേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ നമുക്ക് വിധിച്ചതാണെങ്കിൽ നമുക്ക് കിട്ടും. പിന്നെ ചേട്ടന് വിധിച്ച ആ പെണ്ണാണെങ്കിൽ ഉറപ്പായിട്ട് കല്യാണം നടക്കും. അല്ലെങ്കിൽ പോട്ടെ എന്ന് വിചാരിക്കണം ചേട്ടാ. ചേട്ടനെ തേറി വേറെ പെണ്ണുങ്ങളൊക്കെ വരുമെന്നേ, അതും പ്രതീക്ഷിച്ച് നമുക്കിരിക്കാം എന്ന് പറയുകയാണ്. അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനായി കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ.